നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും. അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത്. അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു. എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ 1-ൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. പേളി മാണി പ്രസവിച്ച കാര്യവും ശ്രീനിഷ് തന്നെയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചത്. പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് എന്നും പേളി മാണിയും മകളും സുഖമായിരിക്കുന്നു എന്നും ശ്രീനിഷ് അരവിന്ദ് അറിയിച്ചു. പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. പേളിയും മകളും ആരോഗ്യത്തോടെയും സുഖമായിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി, ശ്രീനിഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. നില എന്ന മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട് പേളി മാണി ശ്രീനിഷ് ദമ്പതികൾക്ക്. 2019-ലായിരുന്നു പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെ വിവാഹം. ഇതര മതസ്ഥരായ ഇരുവരും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. 2019 മെയ് 5, 8 തീയതികളിലായി ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം. 2021-ലാണ് പേളി മാണിക്കും ശ്രീനിഷിനും നില എന്ന കുഞ്ഞ് പിറക്കുന്നത്. മകളുടെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്നയാളാണ് പേളി മാണി. യൂട്യൂബ് ചാനലിലൂടെ തന്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം പേളിയും കുടുംബവും ആരാധകരെ അറിയിക്കാറുണ്ട്. മകൾ നിലയും സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകരുള്ള കുട്ടി താരമാണ്. മകൾ നിലയെ ഗർഭിണിയായപ്പോൾ മുതൽ അവളെ പ്രസവിക്കുന്നതിന്റെയും അവളുടെ ഓരോ വളർച്ചയുടെയും വിശേഷങ്ങളടക്കം പേളി മാണി യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട്. രണ്ടാം ഗർഭകാലവും പേളി ആഘോഷമാക്കിയിരുന്നു. വളകാപ്പ്, ബേബി ഷവർ, ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവയുടെ വീഡിയോകൾ പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടിരുന്നു. നിറവയറിലായിരുന്നു പേളിയുടെയും ക്രിസ്മസ്, ന്യൂ ഇയർ സെലിബ്രേഷനുമെല്ലാം. കുഞ്ഞ് അതിഥി കൂടി എത്താനിരിക്കെ സ്വന്തമായൊരു വീട് വാങ്ങിയ സന്തോഷവും അടുത്തിടെ പേളിയും ശ്രീനിഷും പങ്കുവച്ചിരുന്നു. ദ്വീപിലാണ് പേളിയുടെയും ശ്രീനിഷിന്റെയും പുതിയ അപ്പാർട്ട്മെന്റ്. ദ്വീപ് മറ്റെങ്ങുമല്ല, കൊച്ചി നഗരത്തിലെ സിൽവർ സ്റ്റാർ ഐലൻഡിലാണ്. വീടിന്റെ പ്രമാണം കൈമാറുന്നത് പേളിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിട്ടുണ്ട്. ഏതാളുടെയും ആഗ്രഹമാണ് വീട് വയ്ക്കുക എന്ന് പേളിയും ശ്രീനിഷും പറയുന്നു. 2023-ൽ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ തുടങ്ങണമെന്നായിരുന്നുവെന്നും അത് സാധിച്ചുവെന്നും 2024-ലെ ആഗ്രഹമാണ് പുതിയ വീടെന്നും പേളി പറഞ്ഞു. ആശുപത്രിയും മാളും ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്തുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കുന്നുണ്ട്. 2 BHK അപ്പാർട്ട്മെന്റ് ആണിത്. 60 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. വൈറ്റിലയിൽ ഇത്തരത്തിൽ 2 BHK അപ്പാർട്ട്മെന്റ് ലഭിക്കുക എന്നത് വളരെ ലാഭമാണെന്നും ഇരുവരും പറയുന്നുണ്ട്. ഇവിടെ ഇനിയും ഫ്ളാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ തങ്ങളുടെ അയൽവാസികളാകാൻ പേളി മറ്റുള്ളവരെയും ക്ഷണിക്കുന്നുണ്ട്. അടുത്തിടെ ആദ്യ പ്രസവത്തിന് ശേഷം നേരിട്ട ബുദ്ധിമുട്ടുകളിൽ ശ്രീനിഷ് നൽകിയ പിന്തുണയെക്കുറിച്ച് പേളി മാണി നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 2 മാസമാണ് എനിക്ക് ബുദ്ധിമുട്ടേറിയതായി തോന്നിയത്. നമുക്കുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ വിഷമത്തിന് കാരണമാകും. നമ്മുടെ ശരീരമല്ല ഇതെന്ന് തോന്നൽ വരും. ഗർഭാവസ്ഥയിൽ എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ഇഷ്ടമായിരുന്നു. എന്നാൽ കുഞ്ഞ് പിറന്ന ശേഷം വലിയ ടെൻഷനായിരുന്നു എന്ന് അന്ന് പേളി മാണി തുറന്നു പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ ശ്രീനി മറ്റൊരു മുറിയിലായിരുന്നു ഉറങ്ങിയത്. 1 മാസത്തോളം ശ്രീനി എൻ്റെ അടുത്ത് ഉറങ്ങിയില്ല. മറ്റൊരു മുറിയിലായിരുന്നു. ഉറങ്ങും മുൻപ് ശ്രീനി എൻ്റെ ബെഡിന്റെ താഴെ ഇരുന്ന് ഓരോ കഥകൾ പറയും. റിലേഷൻഷിപ്പിൽ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭർത്താവിന്റെ സാമീപ്യമാണ്. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പോസ്റ്റ്മോർട്ടം ഘട്ടം ശ്രീനിയുടെ സാമീപ്യം കാരണം തനിക്ക് എളുപ്പത്തിൽ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞെന്നും അന്ന് പേളി മാണി വ്യക്തമാക്കി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.